ഞാൻ ബ്രൂസ് ലീ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരു സൂപ്പർ സ്റ്റാറായി മാറും. അതിനായി എൻ്റെ ഉദാത്തവും ഏറ്റവും ആവേശം ജനിപ്പിക്കുന്നതുമായ അഭിനയസിദ്ധിയെ ഞാൻ പ്രകടമാക്കും. 1970കളുടെ തുടക്കത്തിൽ ഞാൻ ലോക പ്രശസ്തനായിത്തീരും. ബ്രൂസ് ലീ അദ്ദേഹത്തിൻ്റെ 28ാമത്തെ വയസ്സിൽ എഴുതിയിട്ട വരികളാണിത്. പിന്നെ നടന്നത് ചരിത്രം. അദ്ദേഹം ഈ വരികൾ എഴുതിയിട്ട് ഏകദേശം 2 വർഷം കഴിയുമ്പോൾ 1971 ദ ബിഗ് ബോസ് എന്ന മൂവി സൂപ്പർ ഹിറ്റ് ആകുന്നു. 72 ഫിസ്റ്റ് ഓഫ് ഫ്യൂരി എന്ന പടം അതുപോലെ തന്നെ സൂപ്പർ ഹിറ്റ് ആകുന്നു. അദ്ദേഹം പ്രശസ്തനായി തുടങ്ങി. 72 ദ വേ ഓഫ് ഡ്രാഗൺ അദ്ദേഹം തന്നെ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച ആ സിനിമയും വളരെ ഏഷ്യയിലെല്ലാം നിറഞ്ഞോടുന്നു. അദ്ദേഹം ഓൾമോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഗോള് അച്ചീവ് ചെയ്തു. എന്നാൽ 73 എൻ്റർ ദ ഡ്രാഗൺ എന്ന മൂവി, ആ മൂവിയിൽ ലോകം മുഴുവൻ ആ പടം നിറഞ്ഞോടി. അതിലൂടെ അദ്ദേഹം ലോക പ്രശസ്തനാവുകയും ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിച്ച സൂപ്പർ സ്റ്റാർ ആവുകയും ചെയ്തു. അതുപോലെ തന്നെ പിന്നീട് നടന്നിട്ടുള്ള പല സ്റ്റഡീസിലും ഗോളുകൾ എഴുതിയിട്ടിട്ടുള്ള ആളുകൾ അതിൽ 80% ഏറെ ആളുകളും അവരുടെ ഗോള് അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗോളുകൾ എഴുതിയിടുക എന്നുള്ളത് വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായിട്ട് എഴുതിയിടുക. അത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. നെപ്പോളിയൻ ഹില്ലിൻ്റെ ദ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന ബുക്ക് ഈ ബ്രൂസ് ലീയെ നന്നായി ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം ഇൻസ്പയറായി. അതിൽ കൊടുത്തിരുന്ന ടെക്നിക്കാണ് ഈ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ ഒരു ആഗ്രഹം സാധിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യപ്പെടാനായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കുറേ മെത്തേഡുകൾ ഈ ബുക്കിൽ പറയുന്നുണ്ട്. അതിൽ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കുകയും അത് വ്യക്തമായ രീതിയിൽ എഴുതിയിടുകയും ചെയ്യുക എന്നുള്ളത്. അത് എഴുതിയിടേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിക്ക് ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ ബ്രൂസ് ലീയുടെ. അതായത് നമ്മുടെ ഗോൾ എന്താണ്, ആ ഗോള് ഞാൻ എങ്ങനെ എത്തിച്ചേരും എന്നും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ബ്രൂസ് ലീയുടെ ഈ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന ഒരു ഹോളിവുഡ് സൂപ്പർ സ്റ്റാറായി മാറും. അതാണ് അദ്ദേഹത്തിൻ്റെ ഗോൾ, മാറാനാണ്. അതെങ്ങനെയാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത്? എൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള എൻ്റെ അഭിനയസിദ്ധി ഞാൻ പ്രകടമാക്കും എന്നാണ് പറയുന്നത്. അതിലൂടെയാണ് ഞാൻ ആ ലക്ഷ്യം നേടുന്നത്. അതെങ്ങനെ എത്തുമെന്നും കൂടി അദ്ദേഹം അതിനകത്ത് എഴുതുന്നുണ്ട് അല്ലേ. ആ ഒരു ചെറിയ ഒരു 2 സെൻറ്റൻസിനുള്ളിൽ ആ ഡീറ്റെയിൽ ആയിട്ട് അതുണ്ടെന്നുള്ളതാണ്. അതാണ് എത്രയും ബ്രീഫായിട്ട് എന്നാൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു കാലഘട്ടം നിർണ്ണയിക്കുന്നുണ്ട്. 1970കളുടെ തുടക്കത്തിൽ. അപ്പോൾ കുറച്ചും കൂടി ഒരു അച്ചീവബിളായ 70 എന്ന് അദ്ദേഹം കൃത്യമായി എഴുതിയില്ല. 70കളുടെ തുടക്കത്തിൽ അത് കൃത്യമായി അത് സംഭവിക്കുകയാണ്. അതായത് 73 അദ്ദേഹത്തിന് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു. 69 എഴുതുന്നു, 73 4-ാം വർഷം അത് ഫുൾഫിൽ ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിന് അപ്പോൾ മനസ്സിൽ ഒരു പ്ലാനുണ്ട്. അദ്ദേഹത്തിന് അറിയാം ഞാൻ ഇങ്ങനെ ചെയ്ത് എത്തിച്ചേരും എന്നുള്ളത്. എന്നാൽ കൃത്യമായി വ്യക്തമായി അദ്ദേഹത്തിന് പ്ലാൻ ഉണ്ടെന്നല്ല, പക്ഷെ കൃത്യമായ ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അത് എങ്ങനെ എഴുതിയിടണം എന്ന് ആ ബുക്കിൽ പറയുന്നുണ്ട്. അതിനനുസരിച്ചാണ് അദ്ദേഹം ഈ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുള്ളത്. ആ ബുക്കിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് അദ്ദേഹം ഈ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ലോകത്ത് ഉള്ള പല മോട്ടിവേഷണൽ സ്പീക്കേഴ്സും അതുപോലെ തന്നെ മൈൻഡ് ട്രെയിനേഴ്സും ഒക്കെ നമ്മൾക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതുപോലെ തന്നെ അത് എഴുതിയിടുന്നതിൻ്റെ പവറും ഉദാഹരിക്കാനായിട്ട് ഈ സംഭവം എടുത്തു പറയാറുണ്ട്. ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം. അതായത് ബ്രൂസ് ലീയുടെ കാര്യം നമ്മൾ കേട്ടു. അങ്ങനെ പല ആളുകളുടെ ഉദാഹരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഗോളുകൾ എഴുതിയിട്ടിട്ട് അത് അച്ചീവ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ എഴുതിയിട്ടിട്ടുള്ള എല്ലാവരും ഈ ഗോൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ എഴുതിയിട്ടത് അതുപോലെ അച്ചീവ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ട് അത് സംഭവിക്കാതിരുന്നിട്ടുണ്ടോ? പലപ്പോഴും ഈ സ്റ്റേറ്റ്മെൻറ്റ് പോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ വിഷൻ ബോർഡുകൾ അല്ലെങ്കിൽ വിഷൻ റൂമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് അതുപോലെ സാധിക്കാത്ത ആളുകൾ
തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്നതിൽ പലരും ഉണ്ടാവും. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവം ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും. അപ്പോൾ അഫിർമേഷൻസ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഗോളുകൾ എഴുതിയിട്ടിട്ടുണ്ട്, വിഷൻ ബോർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള ടെക്നിക്കുകൾ പലതും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം പവർഫുൾ ടെക്നിക്കുകൾ തന്നെയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് പലർക്കും അത് അച്ചീവ് ചെയ്യാതെ പോയത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടായിരിക്കും? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സെൽഫ് ഇമേജിനെ കുറിച്ച്. ഈ സെൽഫ് ഇമേജ് എന്ന് പറയുമ്പോൾ സെൽഫ് ഇമേജും ലക്ഷ്യവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. അതായത് ഇത് ഒരു പശുവിനെ ഒരു കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുന്ന പോലെയാണ്. അതായത് ഒരു പശുവിനെ കുറ്റിയിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഈ പശുവിന് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്താണ് അതിന് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ട്? എത്രയാണ്? ഇതിനെ കെട്ടിയിട്ടിരിക്കുന്ന കയറിൻ്റെ നീളത്തോളം സ്വാതന്ത്ര്യം അതിനുള്ളൂ. എത്ര നീളം ആ കയറിനുണ്ടോ ആ പരിധിക്കുള്ളിൽ അതിന് സഞ്ചരിക്കാൻ സാധിക്കും, മൂവ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ആ പരിധിക്കപ്പുറം അതിന് മൂവ് ചെയ്യാൻ കഴിയില്ല, അതിന് സഞ്ചരിക്കാൻ കഴിയില്ല. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഒരു ലക്ഷ്യം നിർണ്ണയിക്കുകയാണെങ്കിൽ അത് അച്ചീവ് ചെയ്യാനുള്ള സാധ്യത നിങ്ങളുടെ സെൽഫ് ഇമേജ് എത്രയാണോ അത്ര മാത്രമാണ്. സെൽഫ് ഇമേജ് അവിടെ ആ കയറിൻ്റെ സ്ഥാനത്താണ്. എത്ര മാത്രം നിങ്ങളുടെ സെൽഫ് ഇമേജ് ഉണ്ടോ അത്ര മാത്രമേ നിങ്ങൾക്ക് ലക്ഷ്യത്തെ നിർണ്ണയിക്കാൻ കഴിയുള്ളൂ. നിർണ്ണയിച്ചാൽ തന്നെ അതിലേക്ക് നിങ്ങൾ എത്തുള്ളൂ. പലപ്പോഴും പല ആളുകൾക്കും ഗോൾ സെറ്റ് ചെയ്യാറില്ല, അല്ലെങ്കിൽ നല്ലൊരു സ്വപ്നം കാണാൻ പോലും പല ആൾക്കാർക്കും കഴിയാറില്ല. അതിൻ്റെ കാരണം അവരുടെ സെൽഫ് ഇമേജ് വളരെ വളരെ വീക്കാണ്. വളരെ വളരെ വീക്ക് സെൽഫ് ഇമേജ് ഉള്ള ഒരാൾക്ക് ഒരു വലിയ സ്വപ്നത്തെ കാണാൻ പോലും കഴിയില്ല. ഞാൻ മൈസെൽഫ് അതിനൊരു ഉദാഹരണമായിരുന്നു കേട്ടോ. ഞാൻ പഴയ കാലത്ത് അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പകാലത്ത് ഒരു നല്ല സ്വപ്നം കാണാൻ പോലും കഴിയാതെ പോയിരുന്ന ഒരാളാണ്. പിന്നീട് ഒക്കെ നമുക്ക് ഗോൾ സെറ്റ് ചെയ്താലൊക്കെ സംഭവിക്കുമെന്നൊക്കെ കേട്ടറിഞ്ഞൊരു കാലഘട്ടത്തിൽ അന്നും ഞാൻ വളരെ ശക്തമായിട്ടുള്ള ഒരു ഗോളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ അപാകതകൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പിന്നീട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അന്ന് എനിക്ക് കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ഗോളുകൾ സെറ്റ് ചെയ്യാമായിരുന്നു. കാരണം അന്ന് എൻ്റെ സെൽഫ് ഇമേജോളം മാത്രമേ എനിക്ക് ചിന്തിക്കാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ചും കൂടെ ഉയർന്ന രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഉയർന്ന ചില ലക്ഷ്യങ്ങളെ നിർണ്ണയിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. കാരണം എൻ്റെ സെൽഫ് ഇമേജ് കുറേയേറെ വളർന്നു. അത് ഞാൻ മനഃപൂർവ്വം വളർത്തിയതിനേക്കാൾ ഉപരി എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും നാച്ചുറലി അത് ഗ്രോ ചെയ്തതാണ്. എന്നാൽ സ്വാഭാവികമായി സെൽഫ് ഇമേജ് വളരുന്നതിനപ്പുറം നമുക്ക് സ്വന്തമായി നമ്മുടെ സെൽഫ് ഇമേജിനെ മാറ്റാൻ കഴിയും. അത്തരം ഒരു പ്രോഗ്രാമിലേക്കാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. അത് തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ധാരാളം ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം വരാതെ വിഷമിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം അവരുടെ സെൽഫ് ഇമേജ് തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. അവരുടെ സെൽഫ് ഇമേജ് വീക്കാണ്, ദുർബലമായ ഒരു സെൽഫ് ഇമേജ്. ഒരു മാറ്റത്തെ, ഒരു നല്ല മാറ്റത്തെ കാണാൻ പോലും കഴിയാത്തവർ, അല്ലെങ്കിൽ വലിയ സ്വപ്നങ്ങളെ കാണാൻ പോലും കഴിയാത്തവർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഫ്രീ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെറുപ്പക്കാരാണെങ്കിൽ, ജീവിതത്തിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ലക്ഷ്യം മാത്രം പോരാ. കാരണം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ സെൽഫ് ഇമേജുമായിട്ട് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ ആ ലക്ഷ്യം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. കാരണം സെൽഫ് ഇമേജോളം മാത്രമേ അതിന് എത്താൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് ആ സെൽഫ് ഇമേജ് മാറ്റിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിയ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കാനും സാധിക്കും, അതിൽ തീർച്ചയായിട്ടും എത്തിച്ചേരാനും സാധിക്കും. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ സെൽഫ് ഇമേജ് വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് പൂർണ്ണമായിട്ടും സൗജന്യമാണ്. താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളോട് എല്ലാവരോടും ഉള്ളൊരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ പൊതുവേ എൻ്റെ വീഡിയോയിൽ അങ്ങനെ റിക്വസ്റ്റുകൾ ചെയ്യാറില്ല, പക്ഷെ ഇവിടെ ഇത് ഞാൻ വളരെയധികം ആളുകളിൽ എത്താനും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു കമൻറ്റ്, ഷെയർ ഒക്കെ എനിക്ക് വേണം. കാരണം ഇത് എത്രയും പേരിൽ എത്താനായിട്ട് എല്ലാവർക്കും ഇതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാകട്ടെ. അപ്പോൾ പരമാവധി ആളുകൾക്ക് ഇതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാകാനായിട്ട് നിങ്ങളും സഹായിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും എൻ്റെ പ്രോഗ്രാമിലോ അല്ലെങ്കിൽ ഒരു പേഴ്സൺ ഫേസ് ടു ഫേസ് പ്രോഗ്രാമിലോ കോച്ചിങ് സെഷനിലോ ഒക്കെ പങ്കെടുത്തവരാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ഇവിടെ രേഖപ്പെടുത്തുക. അത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് അ ലോട്ട്.